സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ്, ഈ ബജറ്റ് കേരളം അല്ലെങ്കിൽ കേരളത്തിൽ ഇന്ന് നടന്ന ബജറ്റ് സതീശൻ സർക്കാർ തൂക്കി എന്നാണ് പറയുന്നത്. ആർക്കും വലിയ പരാതികളോ പരിഭവങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതെ, എനിക്ക് തോന്നുന്നു സ്വകാര്യ മേഖലയ്ക്ക് മാത്രമാണ് നമ്മൾ ഇതുവരെ കേട്ട, സ്വകാര്യ ബസ് ഉടമകൾക്ക് മാത്രമാണ് ഇതുവരെ അതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയാത്തത് നമ്മൾ അറിഞ്ഞ ഇതിൽ. ബാക്കി മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ എങ്ങനെയുണ്ട് ആദ്യ ബജറ്റ്? മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ വി.ഡി. സതീശന്റെ ആദ്യ ബജറ്റ്. ഒറ്റവാക്കിൽ ജനപ്രിയ ബജറ്റ് എന്ന് പറയണം. ഞാൻ കണ്ട ഒരു പ്രത്യേകത ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ സതീശനിൽ കണ്ട പ്രത്യേകത. ഒന്ന്, ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിയിട്ട് സംസാരിക്കാനും പൾസ് മനസ്സിലാക്കിയിട്ട് തീരുമാനങ്ങൾ എടുക്കാനും അത് പ്രഖ്യാപിക്കാനും കഴിയുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസമായി ഈ ഗവൺമെൻറ് അധികാരത്തിലേറ്റിട്ട്. ഈ അധികാരം ഏറ്റിട്ട് അദ്ദേഹം നടത്തിയ കാര്യങ്ങളെക്കാളും പ്രധാനമാണ് അത് കൺവിൻസ് ചെയ്യാനുള്ള കഴിവ്. വളരെ പ്രധാനമാണ്. ഇപ്പോൾ ധവളപത്രം അവതരിപ്പിച്ചല്ലോ. ധവളപത്രത്തെക്കുറിച്ച് നിയമസഭയിൽ ഉയർന്ന 35 പേരെ പ്രതിപക്ഷത്തുള്ളൂ, പ്ലസ് 3 പേര് BJP ഉണ്ട്, 38 പേരുണ്ട്. അവരുന്നയിച്ച ഓരോ ചോദ്യങ്ങൾക്കും ഖണ്ഡിതമായിട്ടാണ് ഉത്തരം. പിണറായി വിജയനൊക്കെ മിണ്ടാട്ടം മുട്ടിയിട്ടുണ്ട്. KN ബാലഗോപാൽ എന്തോ ഒന്ന് ഒരിക്കലേ പറഞ്ഞുള്ളൂ. KN ബാല പറഞ്ഞു കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട മെമ്പർ 5 കൊല്ലത്തെ കാര്യമല്ലേ കണ്ടിട്ടുള്ളൂ, ഞാൻ 25 കൊല്ലം കണ്ടിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയൊന്നും ആവാത്തതുകൊണ്ടാണല്ലോ ഞങ്ങളെ തിരഞ്ഞെടുത്തത്, നിങ്ങളുടെ വഴി ചെയ്യാനല്ല. അത് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് ഒരു പാർലമെന്റേറിയൻ എന്നതിൽ കഴിഞ്ഞ ദിവസം കണ്ടോ, നിയമസഭാ സാമാജികർക്ക് ക്ലാസ് വെച്ചു. ക്ലാസ് എടുത്ത ഇടതുപക്ഷക്കാരെ 2 പേര്, P. രാജീവും ശൈല ടീച്ചറൊക്കെയാണ് ക്ലാസ് എടുത്തത്. എന്നാൽ കാരണം പരിചയമുള്ള ആളുകൾ നിലയ്ക്ക്. പക്ഷേ അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗമുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ പ്രസംഗം ഞാൻ മുഴുവൻ കണ്ടു സഭാ TV-യിൽ. എന്താ കാരണം വെച്ചാൽ, ഒരു സിംഗിൾ നോട്ട് പോലും, ഒരു കുറിപ്പ് പോലും ഇല്ല മുമ്പിൽ. മൈക്കിന് മുമ്പിൽ ആവേശപൂർവ്വം അറുത്തു മുറിച്ച് പറയുകയാണ്. നിയമസഭാ ചട്ടങ്ങളുടെ ഓരോ വകുപ്പും ഉപവകുപ്പും തിരിച്ചു പറയുകയാണ്. അത്ര മനപ്പാടാണ്, ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് എന്നർത്ഥം. അത് ഈ ബജറ്റിലും കാണാനുണ്ട്. ബജറ്റിൽ 2 കൂട്ടർക്കാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വേണ്ടത്ര പരിഗണന, സന്തോഷമില്ലാത്തത്. ആ സന്തോഷക്കേട് ഒന്ന് പ്രൈവറ്റ് ബസ്സുകാർക്കാണ്. ആ സന്തോഷക്കേട് ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയതുമാണ്. കാരണം അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അവർക്ക് അതിർത്തി ഉണ്ടാകും. അതിനി എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് തീരുമാനിച്ചു വരുമായിരിക്കും. ഒന്നുകിൽ പ്രൈവറ്റ് ബസ്സിൻ്റെ ചാർജ് കൂട്ടും. അവർക്ക് മാത്രമല്ലല്ലോ, ഇന്ധനത്തിന് വലിയ വില കൂടിയപ്പോൾ ഓട്ടോറിക്ഷ ചാർജ്, ബസ് ചാർജ്, KSRTC ചാർജ് ഒക്കെ കൂട്ടേണ്ടതുണ്ട്. 2 KSRTCക്ക് വലിയ ബാധ്യത വരും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ മേഖലകളിലൊക്കെ പ്രൈവറ്റ് ബസ്സുകൾക്ക് ഉൾപ്പെടെ വിഷമം ഉണ്ടാകും. കാരണം എന്താ, ഈ സൗജന്യം കൊടുത്തപ്പോൾ, സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തപ്പോൾ അത് ആവശ്യമുണ്ടോ എന്നൊക്കെ സംശയിച്ചവരാണ് നമ്മളൊക്കെ. കേരളത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? പക്ഷേ കേരളത്തിൽ അതിൻ്റെ ആവശ്യക്കാരുണ്ട് എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസം, ഏതാനും ദിവസങ്ങളിലായുള്ളൂ അല്ലേ, വലിയ തോതിൽ നീ കാണുന്നുണ്ടായിരുന്നു. നിരന്തര യാത്ര ചെയ്യുന്ന ആളല്ലേ ബസ്സിൽ. ഞാൻ യാത്ര കുറവാണ്, പക്ഷേ അത് വന്നു. അപ്പോൾ ഒന്ന്, ഈ പ്രൈവറ്റ് ബസ്സുകാർക്കുള്ള പരാതി അത് പരിഗണിക്കുമായിരിക്കും. കാരണം അത് അവരുണ്ടാക്കിയ പരാതിയാണ്. KSRTCക്ക് വരുന്ന നഷ്ടം സംഭവിക്കാനുള്ള ഫണ്ട് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്, വകയിരുത്തിയിട്ടുണ്ട്, അതങ്ങനെ തീർക്കും. രണ്ടാമത്തെ ഒരു കൂട്ടർ, ഏത് ബജറ്റ് വരുമ്പോഴും വലിയ സന്തോഷം കൊള്ളുന്നൊരു കൂട്ടർ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും പെൻഷനേഴ്സിനും അവരെ തൽക്കാലം സന്തോഷിപ്പിക്കേണ്ട തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടുണ്ടാകുന്നൊരു ഗുണം എന്താണ്, ഇപ്പം ഈ പറഞ്ഞ കമൻറ്റ് തന്നെ, നിന്നെപ്പോലുള്ള ഒരു സാധാരണക്കാർ. കാരണം അതിൻ്റെ ഒരു കാര്യം ശരിയാണ്. ഇപ്പോൾ സാമാന്യം ജീവിച്ചു പോകാനുള്ള വരുമാനം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. ഇനി ശമ്പളം മതി, ശമ്പള പരിഷ്കരണം വേണ്ടെന്നൊന്നും ഒരു ഉദ്യോഗസ്ഥനും പറയൂല. അത് അവരുടെ ഒരു സ്ഥിരം രീതിയാണ്. എന്നാലും ആ ഈ DA ശമ്പളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമരം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ തൽക്കാലം പുതിയ DA പ്രഖ്യാപിച്ചിട്ടില്ല. മാത്രമല്ല ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ അത് ആ 2 കൂട്ടരെ മാറ്റി നിർത്തിയാൽ, സ്വകാര്യ ബസ് മുതലാളിമാർ, ബസ് ഓണേഴ്സും ഈ പറഞ്ഞ സർക്കാർ ഉദ്യോഗസ്ഥരും, അത് മാറ്റി നിർത്തിയാൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ബജറ്റാണ്. ഒരുപാട് ഗുണകരമായ പുതിയ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള പ്രത്യേകത എടുത്ത് പറഞ്ഞാൽ, ബജറ്റിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ പറഞ്ഞ പിന്നെ കൗതുകം നിറഞ്ഞ ചില കാര്യങ്ങളുണ്ട് കേരളത്തിൽ. ഇപ്പോൾ ഒന്ന്, അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് സലീം കുമാർ. സലീം കുമാറിൻ്റെ പേരിൽ ഒരു അക്കാഡമി മരിച്ചോ, മഹാഭാഗ്യവാനാണ് സലീം കുമാർ കേട്ടോ. ഒന്ന്, അദ്ദേഹം മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള സതീശൻ മുഖ്യമന്ത്രിയായി. മരിച്ചിട്ട് 1 മാസം തികയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് സ്മാരകം വരുന്നു. കേരളത്തിൽ എത്രയോ മഹാകവികൾ മരിച്ചു, എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ്. ആലോചിച്ച് നോക്കൂ. ഈ ഓർമ്മയില്ലേ, ബാലകൃഷ്ണപിള്ളക്ക് VS-നും സ്മാരകം പ്രഖ്യാപിക്കാൻ എത്ര കാലം കഴിഞ്ഞിട്ടാണ്. EMS-നും AKG-ക്കും സ്മാരകം വന്നത് എന്ന സർക്കാരിന്റെ സ്മാരകങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അത്തരം കലാകാരന്മാർക്ക് മഹാഭാഗ്യമാണ്. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തേത്, കേരളത്തിൽ പുതിയ അക്കാഡമി വരുന്നത്, മ്യൂസിക്കിന് മാത്രമായിട്ടൊരു അക്കാഡമി. വളരെ ശരിയാണ്.
ഇപ്പോൾ തൃശ്ശൂർ തന്നെയാണ് വരുന്നത്. എങ്ങനെ ഡീറ്റെയിൽസ് വന്നിട്ടില്ല. അപ്പോൾ സംഗീത നാടക അക്കാദമി ഉണ്ട്. സംഗീതത്തിനും നാടകത്തിനും കൂടി ഒരു അക്കാദമി ആകുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നാടകം മാത്രമായിരുന്നു അതിൽ മുഴച്ചു നിന്നത്, അതിൽ സംഗീതം കുറവായിരുന്നു. ഇപ്പോൾ സംഗീതം, കാരണം മ്യൂസിക്കാണ്, നാടകം പതുക്കെ പുറകോട്ട് പോവുകയും മ്യൂസിക് മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മ്യൂസിക്കിന് മാത്രമായിട്ട് അക്കാദമി. ഇനിയിപ്പോൾ അത് സംഗീത നാടക അക്കാദമിയെ ബൈഫർക്കേറ്റ് ചെയ്ത് രണ്ടാക്കണം, നമുക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ വരുന്നുണ്ട്. വേറൊന്ന്, ഈ ദക്ഷിണ കേരള പലപ്പോഴും ഈ ദക്ഷിണ കേരള ഒരു സാമ്പത്തിക ഇടനാഴി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു പദ്ധതി നിർദ്ദേശം കാണുന്നതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നേ ഉള്ളൂ. എന്തായാലും അത്തരം ഒരുപാട് കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഇതിൽ ഈ ഈ ഈ ഇദ്ദേഹം എല്ലാ മെഡിക്കൽ കോളേജ്, സർക്കാർ മെഡിക്കൽ കോളേജുകൾ പരാധീനതകൾ നേരിട്ടതാണല്ലോ. അത് മുഴുവനും അദ്ദേഹം ഓർത്തു വെച്ച് സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി പ്രത്യേക ഫണ്ട് നീക്കിവെച്ച് പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ആശാ വർക്കർമാരുടെ ഓണറേറ്റിന് വേണ്ടി ഫണ്ട്. ഇത് പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്തു വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത് നടപ്പാക്കുക. തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തൊക്കെ സമരമാണോ അന്നത്തെ ഭരണകക്ഷിക്കെതിരെ ചെയ്തത്, അത്തരം കാര്യങ്ങളൊക്കെ ഓർത്തു വെച്ചിട്ട് അതിനൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് കാര്യമായ പരിഗണന കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെയാണല്ലോ ഇത് കണ്ടോ, റബ്ബറിൻ്റെ താങ്ങുവില. കുറേ കാലമായിട്ട് റബ്ബർ കർഷകർക്ക് സത്യത്തിൽ നമ്മുടെ നാട്ടിലും നാട്ടിൻപുറത്ത് നമ്മുടെ മലയോരത്തൊക്കെയുള്ള വില കൂടിയ മരങ്ങളും മറ്റ് കൃഷിയൊക്കെ വെട്ടിത്തെളിച്ചിട്ടാണ് റബ്ബർ വെച്ചത്. റബ്ബറിന് വലിയ വില കിട്ടിയിരുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അതിന് പകരം പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ വടക്കൊക്കെ ഉണ്ട്, ഇപ്പോൾ തെക്കോട്ട് വന്നോന്നല്ലേ, റബ്ബർ വെട്ടിയിട്ട് കഴിഞ്ഞു വെക്കുന്ന അവസ്ഥ വന്നിരുന്നു. കവുങ്ങ്, കാരണം അടക്കയ്ക്ക് ഇതിനേക്കാൾ വില കൂടി. അപ്പോൾ ആ അവസ്ഥ മാറിയിട്ട് റബ്ബർ കർഷകരെ ഒന്നുകൂടി താങ്ങി നിർത്തുന്ന ഒരു സംവിധാനം, കർഷകർക്ക് വലിയ പിന്തുണ കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ട്. ഇപ്പോൾ ബജറ്റ് പ്രസംഗത്തിൽ മീഡിയകൾ കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യം ഇത് തന്നെയാണ്. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വിസ്മയമില്ല, ബാക്കി എല്ലാവർക്കും വിസ്മയമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നില്ല, കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ സർക്കാർ ജീവനക്കാർക്കായിരുന്നു മുഴുവൻ വിസ്മയവും. ഇനി വേറൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ആരോഗ്യ ഇൻഷുറൻസ്. ഒരു കുടുംബത്തിന് 25 ലക്ഷം വരെ കവറേജ് വരുന്ന ഇൻഷുറൻസ്. സർക്കാരിന്റെ ഇൻഷുറൻസ് ആകുമ്പോൾ ഒന്നാമത് രണ്ട് കാര്യമാണ്. ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഇൻഷുറൻസ് ഉള്ളത് മെഡിസെപ്പ് പോലുള്ള സർക്കാർ എന്തൊക്കെയോ പരാതികളുണ്ടല്ലോ മാഷേ. ഉണ്ട്, പരാതികളെ ഉള്ളൂ. ഇപ്പൊ മെഡിസെപ്പ് പരിഷ്കരിക്കുമെന്ന് പറയുന്നുണ്ട്. മെഡിസെപ്പിന്റെ പ്രശ്നം എന്താ വെച്ചാൽ മെഡിസെപ്പിന്റെ പണം മുൻകൂട്ടി കിട്ടുന്നില്ല. മെഡിസെപ്പിന്റെ പണം കിട്ടാൻ സർക്കാർ കൊടുക്കാൻ വൈകുന്നത് കൊണ്ട് പല ആശുപത്രികളും സ്വീകരിക്കുന്നില്ല. പിന്നെ മെഡിസെപ്പിന് ചികിത്സക്ക് നമ്മൾ എത്ര കൊടുത്താലും മെഡിസെപ്പിന്റെ അധികാരികൾ തീരുമാനിക്കും ഇന്ന രോഗത്തിന് ഇത്രേ കൊടുക്കാവൂ. അപ്പോൾ പലപ്പോഴും ഞാനിപ്പോൾ എൻ്റെ ഉമ്മാനൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ട് പലപ്പോഴും നമ്മൾ അടച്ച ബില്ലിൻ്റെ 74,000 ബില്ല് അടച്ചപ്പോൾ 24,000 ആണ് നമുക്ക് അനുവദിച്ച് കിട്ടുന്നത്. കാരണം ആ രോഗത്തിന് അത്രേ തരാവൂ. ഇത് വ്യത്യാസം ഉണ്ടാവില്ലേ, ഒരു പ്രായം ചെന്ന ആൾക്ക് ഒരേ അസുഖം ചെറുപ്പക്കാരന് വരുമ്പോലെ ആവില്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ക്രമക്കേടുകളൊക്കെ തീർക്കും എന്ന് പറയും. അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യം ഈ സംഗതിയാണ്. അതായത് എല്ലാ കുടുംബത്തിനും സർക്കാരിൻ്റെ ഒരു ഇൻഷുറൻസ്. 2 തരം ഇൻഷുറൻസ് അപ്പോൾ ഉള്ളത് രാജ്യത്ത്. ഒന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മെഡിസെപ്പ്, വേറൊന്ന് ടാറ്റ ഉൾപ്പെടെയുള്ള പ്രൈവറ്റ് കമ്പനികളുടെ ഇൻഷുറൻസ്. ഇതിനെ രണ്ടിനെയും നിഷ്പ്രഭമാക്കിയിട്ട് 25 ലക്ഷം വരെ കവറേജ് സർക്കാർ ഉദ്യോഗം ഉണ്ടായാലും ഇല്ലെങ്കിലും എല്ലാ കേരളീയ പൗരന്മാർക്കും ഒരു കുടുംബത്തിന് 25 ലക്ഷം വരെ കവറേജ് കിട്ടുന്ന ഒരു ഇൻഷുറൻസ് സർക്കാർ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ്. പ്ലസ് ഒറ്റ കാര്യം കൂടി, ഈ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കയർത്തതും രോഷം കൊണ്ടതും ഏറ്റവും കൂടുതൽ വിമർശിച്ചതും കിഫ്ബി പദ്ധതിയാണ്. കിഫ്ബി പൊളിച്ചെഴുതാനുള്ള ഒരു സംവിധാനം തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള കമ്മീഷനെ വെച്ചിട്ടുണ്ട്. അതാണ് വേറൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒരു 80% നമുക്ക് പോരായ്മകൾ പറയാൻ കാണും. ഇതിലൊരു 5-10% ഉണ്ടാകും, 10% മാക്സിമം ഉള്ളൂ. ഇനി അവസാനത്തെ അപകടം പിടിച്ചൊരു സാധനം ഇതിനകത്ത് ഞാൻ കാണുന്നുണ്ട്. അത് സത്യത്തിൽ ഈ കേരളത്തിൽ ഇനിയും പുതിയ ജില്ലകൾ ആവശ്യമുണ്ടോ, ഭരണ സൗകര്യാർത്ഥം പുതിയ ജില്ലകൾ ആവശ്യമുണ്ടോ എന്ന് പഠിക്കാൻ ഒരു കമ്മീഷനെ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. കാരണം മലപ്പുറം ജില്ലയെ വിഭജിക്കണം. മലപ്പുറം കേരളത്തിലെ സത്യമാണ് ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ്. പക്ഷേ മലപ്പുറം ജില്ല വിഭജിച്ചിട്ട് 2 ജില്ലയാക്കി മാറ്റണമെന്നൊരു ആവശ്യം കഴിഞ്ഞ കുറേ കാലമായിട്ട് പ്രത്യേകിച്ച് ഇസ്ലാമിക മൗലികവാദികളാണ് ഉയർത്തിയത്. SDPI പോലുള്ള സംഘടനകളാണ് ഉയർത്തിയത്. അവർ ഈ ഗവൺമെൻറ്റിനെ മുഖ്യമന്ത്രി ആയ ഉടനെ സതീശനെ ചെന്ന് കണ്ടതിൻ്റെ പടമൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇനി അവരുടെ ആവശ്യം എന്ന നിലയിലാണോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഒരു കമ്മീഷനെ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗും ഏറെക്കുറെ ആ ആവശ്യത്തിന് പിന്തുണക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. മുസ്ലിം ലീഗിന് സങ്കടപ്പെടുന്ന 2 കാര്യങ്ങളും കൂടി ഈ ബജറ്റിലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒന്ന്, കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകൾക്കും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്.
മലപ്പുറത്തും ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, മഞ്ചേരി മെഡിക്കൽ കോളേജ്, അതിന് മാത്രം ഫണ്ടില്ല എന്നാണ് പ്രാഥമികമായി കാണുന്നത്. ഇനി ഡീറ്റെയിൽസ് വരുമ്പോൾ മാറുമെന്ന് അറിഞ്ഞൂടാ. രണ്ടാമത്തെ കാര്യമുള്ളത് ഒരു തമാശയാണ്. കേരളത്തിലെ മറ്റ് മുൻ മുഖ്യമന്ത്രിമാരെയൊക്കെ ബജറ്റിൻ്റെ ആമുഖത്തിൽ ഓർമ്മിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടോ കുറച്ചു കാലം ഭരിച്ചതുകൊണ്ടായിരിക്കാം CH മുഹമ്മദ് കോയ എന്ന മുസ്ലിം ലീഗിൻ്റെ മുഖ്യമന്ത്രിയെ മാത്രം സതീശൻ മനഃപൂർവ്വം ഓർത്തിട്ടില്ല. വിട്ടുപോയതായിരിക്കാം എന്ന് വിചാരിക്കാൻ. അങ്ങനെ ഒരു ന്യായം പറയാൻ മുസ്ലിം ലീഗിനും അവസരമുണ്ട്. എന്തായാലും ഈ ബജറ്റിന് ധന്യ പറഞ്ഞാലും ശരി, കൂടി വന്നാൽ ഒരു 5-10% ഒക്കെ കുറ്റപ്പെടുത്താനല്ലാതെ ബജറ്റിൻ്റെ വിശാരദന്മാർ, നമ്മളല്ല, ബജറ്റ് ഇപ്പോൾ രാവിലെ മുതൽ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്ന വിശാരദന്മാർക്കൊന്നും ഈ ബജറ്റിനെതിരെ കാര്യമായ കുറ്റങ്ങളൊന്നും പറയാനില്ല. സതീശൻ്റെ ടച്ചുള്ള ബജറ്റുകൾ കാണാൻ തുടങ്ങുന്നതേ ഉള്ളൂ നമ്മൾ. എന്തായാലും ജനപ്രിയമായിരിക്കും, പരാതികൾ കുറഞ്ഞതായിരിക്കും, എല്ലാവരെയും പരിഗണിക്കുന്നതായിരിക്കും എന്ന് ഈ ആദ്യത്തെ ബജറ്റ് വെച്ച് നമുക്ക് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.